ഈ ആഫ്റ്റർ ഫുഡ് മെഡിസിൻസ് എപ്പോൾ കഴിക്കണം? ഈ ഫുഡ് കഴിച്ച് അപ്പം തന്നെ കഴിക്കണോ, അതെയോ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി? എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ. ഒരു മരുന്ന് ആഫ്റ്റർ ഫുഡ് കൊടുക്കണം നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഒന്നെങ്കിൽ ആ മരുന്ന് എംപ്റ്റി സ്റ്റൊമക്കിലേക്ക് കൊടുക്കുമ്പോൾ സ്റ്റൊമക്കിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരാം, അതല്ലെങ്കിൽ ആ ഫുഡിന്റെ പ്രസൻസിൽ മരുന്നിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ, അതല്ലെങ്കിൽ ഫുഡിന്റെ പ്രസൻസിൽ മരുന്നിന്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ നടക്കും. ഇനി അതല്ലെങ്കിൽ ചില എൻസൈം സപ്ലിമെന്റ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ മീലിന്റെ കൂടെ കഴിച്ചാലേ അതിന്റെ എഫക്ട് ഉണ്ടാവും. ഇപ്പം ഒരു പേഷ്യന്റിന്റെ ഡൈജഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് നമ്മൾ കൊടുക്കണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആവാൻ ഒരു 2 മണിക്കൂർ മുതൽ 6 മണിക്കൂർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫുഡ് വി ആർ ടേക്കിംഗ്, ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് ആഫ്റ്റർ ഫുഡ് മെഡിസിൻസ് എടുക്കുന്നോ അത്രയും നല്ലത്. നമ്മൾ ആ മെഡിസിൻ ഡിലേ ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ എഫക്റ്റിനെയും അതേപോലെ തന്നെ അത് ബാധിക്കും. ഈ ആഫ്റ്റർ ഫുഡ് മെഡിസിൻസിൽ നമ്മൾ നോർമലി കഴിക്കുന്ന പാരസെറ്റാമോൾ, ജലദോഷത്തിന് കഴിക്കുന്ന സിട്രസിൻ, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. സോ ട്രൈ ടു കൺസ്യൂം ദീസ് മെഡിസിൻസ് സൂൺ ആഫ്റ്റർ യുവർ മീൽ.